ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് റോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് പൊളിറ്റിക്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ട്രേഡറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ ശക്തമായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ കളിക്കുന്നത് പൈസ വെച്ചിട്ടാണല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് നിങ്ങളുടെ ഈ പൈസേനെ ശക്തമായിട്ട് കൂട്ടാനും കുറക്കാനും ഇന്ത്യയിലെ പൊളിറ്റിക്സിന് പറ്റും. അതായത് നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റും, അതായത് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ എടുക്കുന്ന ബജറ്റിംഗ് ഡിസിഷൻ, ഇന്ത്യയിലെ ബജറ്റിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഇപ്പം ഡിമോണിറ്റൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു നോളജബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ ഒരു സമയം വിനിയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായിട്ട് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് ആ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ നയതന്ത്രം, അല്ല ആ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചു കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ ആ സ്ക്വയറിലിട്ട ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. വാജ്പേയി ഗവൺമെന്റിന്റെ ഒരു കൊയലേഷൻ ഗവൺമെന്റ് ഫോം ചെയ്യുന്ന ഒരു സമയത്ത് നിഫ്റ്റി കറക്റ്റ് ചെയ്ത ഒരു സംഭവമാണ് അവിടെ നിങ്ങൾ കണ്ടത്. അതേസമയം തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഇവിടെ ഒരു റെഡ് ലെറ്ററിൽ എഴുതിയ സംഭവം നോക്കുക. അതായത് ഒരു പൊളിറ്റിക്സ്, അതായത് ഒരു രാജ്യത്തിലെ പൊളിറ്റിക്സ് എങ്ങനെയൊക്കെ അതായത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആ രാജ്യത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ എത്രത്തോളം ശക്തി ഉണ്ട് എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പൊളിറ്റിക്കൽ ഇവന്റ്സ് ഷേക്ക് ദ മാർക്കറ്റ്സ് ബട്ട് മോസ്റ്റ് ഡോണ്ട് നോ വൈ ഓർ ഹൗ. അതായത് പൊളിറ്റിക്കൽ ഇവന്റ്സ് മാർക്കറ്റിനെ ഷെയ്ക്ക് ചെയ്യും എന്ന് പലർക്കും അറിയായിരിക്കും, പക്ഷേങ്കിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ്, അതായത് 8 പവർഫുൾ വേസ് പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസസ് യുവർ പോർട്ട്ഫോളിയോ മീൻസ് യുവർ കളക്ഷൻ ഓഫ് സ്റ്റോക്സ്. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ് ആൻഡ് ഇഗ്നോർ പൊളിറ്റിക്സ് യു ആർ മിസ്സിംഗ് ഹാഫ് ദ പിക്ചർ. ബൈ ദ എൻഡ് യു വിൽ നോ ഹൗ ടു റിയാക്ട് ടു ഇലക്ഷൻസ്. അതായത് ഇലക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണം, ഒരു ബഡ്ജറ്റ് നടക്കുമ്പം എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നയതന്ത്രത്തിലുള്ള മാറ്റം വരുത്തുമ്പോൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റിന്റെ ജസ്റ്റ് ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ കേസിൽ മാത്രമല്ല, നിങ്ങൾ US എടുത്താലും അല്ലെങ്കിൽ നിങ്ങൾ ചൈന എടുത്താലും ആ രാജ്യത്തിലുള്ള സൊവേറിയൻ ആയിട്ടുള്ള പവർഫുൾ അതോറിറ്റികൾ തീരുമാനിക്കുന്ന പല കാര്യങ്ങളും ആ രാജ്യത്തുള്ള ബിസിനസ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ എല്ലാ ബിസിനസ്സിനെയും കൃത്യമായിട്ട് ബാധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ITC എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ ഏകദേശം ഒരു നമ്പർ 1 ആയിട്ടുള്ള ഒരു FMCG കമ്പനിയാണല്ലേ. അപ്പോൾ അവിടെ അവർ കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് സിഗരറ്റും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിയിട്ടാണ്. അപ്പം ഇന്ത്യൻ ഗവൺമെന്റ് സിഗരറ്റിന് ടാക്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ITCക്ക് വളരെ ശക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടാണ് അവിടെ ബാധിക്കുക. അവരുടെ ക്വാർട്ടർലി വരുന്ന അവരുടെ പ്രോഫിറ്റ് കുറയും, കാരണം കൂടുതലായിട്ടും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ, സിൻ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ അവരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് ഇവരുടെ കേസിൽ മാത്രമല്ല, പല കമ്പനീസിനും അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റിന് ശക്തമായിട്ട് ഇൻവോൾവ് ആകാൻ വേണ്ടി പറ്റും. ഓക്കെ, മാർക്കറ്റ്സ് ഹേറ്റ് അൺസർട്ടനിറ്റി ആൻഡ് നത്തിങ് ക്രിയേറ്റ്സ് മോർ അൺസർട്ടനിറ്റി ദാൻ പൊളിറ്റിക്സ്. വാൾ സ്ട്രീറ്റിലെ അനോണിമസ് ആയിട്ടുള്ള വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു സേയിങ് ആണിത്. ജസ്റ്റ് നിങ്ങളിത് പോസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി നോക്കാം, അത്രത്തോളം മീനിങ് പകർന്നു തരുന്ന ഒരു ക്യൂട്ടാണിത്. ഓക്കെ, എലക്ഷൻസ് ആൻഡ് ഗവൺമെന്റ് ഫോർമേഷൻ. അതായത് ഒരു രാജ്യത്തുള്ള എലക്ഷൻ, ഇപ്പം നമ്മൾ സെൻട്രൽ ലെവൽ എലക്ഷൻ ആണ് പറയുന്നത്, എലക്ഷൻ ആൻഡ് ഗവൺമെന്റ് ഫോർമേഷൻ. ഇപ്പം സ്റ്റേബിൾ ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആണ്. ഇപ്പം നമ്മളെ എക്സാമ്പിൾ പറയുക, ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരാണ് ഭരിക്കുന്നത്. അത് എന്താണ്? ഒരു പോസിറ്റീവ് ഇൻവെസ്റ്റർ സെന്റിമെന്റ് ആണ്. അതായത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ആയിട്ട് നിക്ഷേപിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും, അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു നല്ലൊരു ചിന്താഗതിയായി, കാരണം അവർ കാണുന്ന ഈ രാജ്യത്തെ സർക്കാർ സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ്, അനിശ്ചിതത്വം പൊളിറ്റിക്കൽ ലെവലൊന്നും നടക്കില്ല എന്നവർക്ക് തോന്നുമ്പം അവർ നല്ല രീതിക്ക് മണി മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങും. അതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് 2014 മോദി ജയിച്ച സമയത്ത് നിങ്ങൾക്കറിയാൻ പറ്റും നിഫ്റ്റിയും സെൻസെക്സും എത്രത്തോളം ശക്തമായിട്ടാണ് ഉയർന്നത് എന്ന്.
ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഇലക്ഷനിലും അത്രത്തോളം ശക്തിയായിട്ട് മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട് അല്ലേ. കോയലേഷൻ അൺസർട്ടനിറ്റി കോസസ് മാർക്കറ്റ് ഡിപ്സ്. അതായത് റീസെൻ്റ് ആയിട്ടുള്ള നടന്ന ഒരു ഇലക്ഷനിൽ ചെറിയൊരു കോയലേഷൻ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റ് നന്നായിട്ട് വീണു. ബട്ട് പിന്നീട് ആ കോയലേഷൻ BJPക്ക് അനുകൂലമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ച് മുകളിലേക്ക് പോയത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാകും. മാർക്കറ്റ് ട്രെൻഡ്സ് ടു റാലി ബിഫോർ എക്സ്പെക്റ്റഡ് പ്രോ മാർക്കറ്റ് ഗവൺമെന്റ് വിൻസ്. രണ്ടാമത്തത് ബഡ്ജറ്റ് അനൗൺസ്മെന്റ്സ്. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ ഏതൊക്കെ രീതിയിൽ ആ രാജ്യത്തിലെ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത എമൗണ്ട് വിനിയോഗിക്കണം എന്നുള്ളതാണ് ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെയധികം ശക്തമായിട്ടുള്ളൊരു ട്രിഗർ ഡേ ആണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കിയാൽ മനസ്സിലാകും. അതായത് മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലിറ്റി കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യ വിക്സ് ഒക്കെ വളരെ ശക്തമായിട്ട് ഉയരുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എവ്രി ഫെബ് മാർക്കറ്റ്സ് മൂവ് വൈഡ്ലി ബേസ്ഡ് ഓൺ ഫിസിക്കൽ അനൗൺസ്മെന്റ്സ്. ഒരുപാട് ടാക്സ് ചേഞ്ചിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതായത് നമ്മളെ പോലെയുള്ള ആളുകൾ എത്ര റേറ്റ് ഇൻകം ടാക്സ് കൊടുക്കണം, ഇൻകം ടാക്സ് കുറച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ല കാര്യം, അല്ലെങ്കിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും അല്ലേ. അത് ആൾക്കാരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിനെ അഫക്റ്റ് ചെയ്യും. അവർ കുറച്ച് സ്പെൻഡ് ചെയ്യുകയുള്ളൂ, ബിസിനസ്സിന് കുറച്ച് റവന്യൂ കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുകയാണെങ്കിലോ FMCG പോലെയുള്ള കമ്പനികൾ താഴോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ അസ്യൂം ചെയ്ത് ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനിയിൽ നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടി ശ്രമിക്കും. മാർക്കറ്റ് അടിമുടി വീഴാനും തുടങ്ങും. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് റൂൾസ് ഉണ്ടല്ലേ. അതായത് ഒരു വർഷത്തിനുള്ളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അപ്പോൾ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പൈസ ഇന്ത്യൻ മാർക്കറ്റിൽ പമ്പ് ചെയ്യും. കാരണം അവർ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഗവൺമെൻറ് ടാക്സ് അടച്ചാൽ മതി. ഇനി കൂട്ടിയിട്ടുണ്ടെങ്കിലോ അവർ നേരെ ആ പൈസയൊക്കെ പിൻവലിച്ചിട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺട്രിയിൽ കൊണ്ടുപോയിട്ടിടും. എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് പണം ഫുള്ളും പിൻവലിച്ചിട്ട് ചിലപ്പം അവർ US പിന്നെ T-ബിൽസ് ആയിട്ട് ചിലപ്പോൾ ഇടാം, അല്ലെങ്കിൽ മറ്റ് പല ബോൺസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ മറ്റ് ചൈനയിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് ചൈനയിൽ പൈസ നിക്ഷേപിക്കാം. അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ആണ് ഗവൺമെൻറ് ആ ഒരു ഡിസിഷനൊക്കെ എടുത്തിട്ട് മാർക്കറ്റിനെ ശക്തമാക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് കൊടുക്കും അല്ലേ. അതായത് ഗവൺമെൻറ് പറയും ഈ വർഷം നമ്മൾ ഒരുപാട് റോഡ് ബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ ഒരുപാട് റോഡ് ബിൽഡ് ചെയ്യും, അല്ലെ ഒരുപാട് എയർപോർട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല കമ്പനീസിനും അത് ഗുണം ചെയ്യും. അദാനിയുടെ കേസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഗൗതം അദാനിയുടെ കേസിൽ. ഓക്കെ, ഇനി മൂന്നാമത്തത്. ഓക്കെ, അതിനു മുമ്പ് ഒരു ചെറിയൊരു ആക്ഷൻ ടിപ്പാണ് പറയുന്നത്. വാച്ച് പ്രീ ബജറ്റ് എക്സ്പെക്ടേഷൻ ആൻഡ് പോസ്റ്റ് ബജറ്റ് സെക്ടറൽ ഷിഫ്റ്റ്. അത് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ചിലപ്പം ഒരുപാട് അനലിസ്റ്റ് ഉണ്ട്, മാർക്കറ്റിനെ കീപ്പായിട്ട് വാച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യും. അതായത് മാർക്കറ്റിൽ ഈ ഒരു ബജറ്റിൽ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നടക്കാം, ഇങ്ങനെയൊക്കെയുള്ള മോശം കാര്യങ്ങൾ നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഒരുപാട് അനലിസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ കുറേ ഡാറ്റാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം അതായത് ബജറ്റിന് ശേഷം കൃത്യമായിട്ടുള്ള ഐഡിയാസും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മിനിസ്റ്റർ വന്നിട്ട് ഇൻ്റർവ്യൂയിലൂടെ കാര്യങ്ങൾ പറയും അല്ലേ. അപ്പം അങ്ങനെ പറയുന്ന കാര്യവും മുമ്പേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യവും തമ്മിൽ നിങ്ങൾ കോർത്തിണക്കുക. അതിനേക്കാളും നല്ല കാര്യമാണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സെക്ടറിന് വന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ പണം നിക്ഷേപിച്ചിട്ട് ഭാവിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തത് പോളിസി റിഫോംസ് ആൻഡ് ബിൽസ്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. അത് ഒട്ടുമിക്ക ഒരുപാട് സാധനങ്ങൾക്ക് 18% ആണല്ലേ. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പം GST കുറയ്ക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിന് നല്ല സെൻറ്റിമെൻ്റ് ആണ്, ബിസിനസ്സിന് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. GST കൂട്ടുകയാണെങ്കിൽ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഡിമോണിറ്റൈസേഷൻ നമ്മൾ 2016 ടൈമിലൊക്കെ നിങ്ങൾ കണ്ടതാണ്, ഡിമോണിറ്റൈസേഷൻ്റെ എഫക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഫാം ബിൽസ് ഉണ്ട്, പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് എങ്കിൽ അത് ശക്തമായിട്ടും ലോങ് ടേമിൽ മാർക്കറ്റിന് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ പോസിറ്റീവ് പോളിസി ഈസ് ഈക്വൽ ടു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നല്ല പോളിസീസ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിക്കൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പോളിസിയാണ് ഗവൺമെൻറ് എടുക്കുന്നതെങ്കിൽ ഭാവിയിൽ മാർക്കറ്റ് ഉയരാനുള്ള പോസിബിലിറ്റി ആണ് എന്ന് ഇൻവെസ്റ്റർ കരുതിയിട്ട് ഒരുപാട് പണം ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒബ്വിയസ്ലി നെഗറ്റീവ് റിഫോംസ് ഓർ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു സെൽ ഓഫ്. നെഗറ്റീവ് തന്നെ വരണമെന്നില്ല, ഒരു വ്യക്തതയില്ലാത്ത ഒരു പോളിസിയാണ് ഗവൺമെൻറ് എടുത്തതെങ്കിൽ അവിടെയും മാർക്കറ്റ് നെഗറ്റീവായിട്ട് പെരുമാറാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി നാലാമത്തത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ. ഓക്കെ, അതായത് ഇന്ത്യയും ചൈനയും
ഒരു ക്ലാഷ് നടക്കുന്ന ഒരു സമയത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റിന് നല്ല രീതിക്കുള്ളൊരു ഫാള് പണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ യുദ്ധം ചെയ്യുന്ന ഒരു ടൈമൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 100x സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അത് പൊളിറ്റിക്കൽ ഇന്ത്യ എന്ന് പറയുന്നത് മിലിറ്ററി വൈസിൽ വളരെ സ്ട്രോങ് ആണ്. ടോപ്പ് 4 ആണ് അല്ലേ. അതായത് ലോകത്തിൽ 4ാമത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള മിലിറ്ററി ബേസിലുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അതേപോലെ തന്നെ GDP വൈസ് നോക്കുകയാണെങ്കിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ 100x ആണ്. അതും വളരെ ശക്തമായിട്ട് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഓയിൽ വാർസ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ വാറൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായിട്ട് വീണിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഒരുപാട് പൊസിഷൻ ഹോൾഡ് ചെയ്ത ട്രേഡേഴ്സൊക്കെ വളരെയധികം ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി പുട്ട് ഓപ്ഷനാണ് അവർ ബൈ ചെയ്തതെങ്കിൽ ഒരുപാടധികം പ്രോഫിറ്റും ഉണ്ടാക്കിയവർ ഉണ്ട്. ഗ്ലോബൽ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി അഫക്ട് FIIs ആൻഡ് കറൻസി. അതായത് ഒരു അൺസർട്ടനിറ്റി, ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെ ശക്തമായിട്ട് വളരെയധികം എന്താ പറയുക കൂടുതലായിട്ട് അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയാണ്. ഇനി പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വാറിന് പോലും തയ്യാറാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് പൈസ വലിക്കും. അത് FIIസും അല്ലെങ്കിൽ ജപ്പാനിലെ കൺട്രി അല്ലെങ്കിൽ സിംഗപ്പൂർ ഗവൺമെൻറ് ഒക്കെ ഒരുപാട് പൈസ ഇന്ത്യയിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ പൈസയൊക്കെ പിൻവലിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിയിൽ അവർ പമ്പ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ US കൊണ്ടുപോയിട്ട് അവർ പൈസ നിക്ഷേപിക്കാനുള്ള പ്രോബബിലിറ്റി കാണും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്ററിനെയോ അല്ലെങ്കിൽ ട്രേഡറിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും, ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ. ഇനി അടുത്തത് എക്സാമ്പിൾ യുക്രൈൻ വാർ നമ്മൾ വളരെ സംസാരിച്ചു അല്ലേ. ഇനി 5ാമത്തെ നോക്കാം, RBI ആൻഡ് പൊളിറ്റിക്കൽ പ്രഷർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ വൈൽ RBI ഈസ് ഇൻഡിപെൻഡൻറ്റ്, RBI ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു എൻറ്റിറ്റി പോലെയാണ് എങ്കിൽ കൂടി രാഷ്ട്രീയത്തിൻ്റെ ഇൻഫ്ലുവൻസ് ശക്തമായിട്ടും RBIക്ക് ഉണ്ട്. ഓക്കെ, അതായത് ഒരു ഇലക്ഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡിലൊക്കെ ദർ മേ ബി പ്രഷർ ടു കീപ് റേറ്റ്സ് ലോ ടു ബൂസ്റ്റ് എക്കണോമി. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. RBIനോട് പറയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന്. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ എന്താ സംഭവിക്കുക? ബിസിനസ്സിന് ചെറിയ പലിശ കൊടുത്തുകൊണ്ട് ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ചെറിയ പൈസക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പം എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ ഒരുപാട് പൈസ പമ്പാവും. ഒരുപാട് പൈസ പമ്പാവുമെങ്കിൽ ഒരുപാട് ബിസിനസ്സിലേക്ക് ആ പൈസ പോകാൻ വേണ്ടി തുടങ്ങും. അവർ സാധനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൺസിഡറബിളി, അതായത് എന്താ പറയുക, കമ്പനികളൊക്കെ വളരാൻ തുടങ്ങും. അവരുടെ ക്വാർട്ടർലി പ്രോഫിറ്റ് ഇൻക്രീസ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പൈസ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സമയത്തിലൊക്കെ മാർക്കറ്റ് ശക്തമായിട്ടും ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ബുള്ളിഷ് സ്റ്റേജിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതായത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ കേസിലൊക്കെ നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, റേറ്റ് കട്ട്സ് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ബൂസ്റ്റ് റേറ്റ് കട്ട്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യൽ തന്നെയാണ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ബൂസ്റ്റ് റേറ്റ്സ് ഹൈക്സ് ഈക്വൽ ടു കറക്ഷൻ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ നേരെ ചിന്തിച്ച് നോക്കുക. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ബാങ്കിൻ്റെ എടുക്കുന്ന ലോൺ എടുക്കാനുള്ള പോസിബിലിറ്റി കുറയും. ഓക്കെ, അങ്ങനെ കുറയുകയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ എന്താ പറയുക ബിസിനസ് അല്ലെങ്കിൽ ഏരിയാസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സംഭവം കുറയും. ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ആളുകൾ എന്ത് ചെയ്യും? ആ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിക്ഷേപിക്കും. കാരണം കൂടുതൽ റിട്ടേൺ കിട്ടും അല്ലേ, കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് കണ്ടിട്ട് ആളുകൾ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിക്ഷേപിക്കും. അപ്പോൾ മാർക്കറ്റിൽ പമ്പ് ചെയ്യുന്ന മണിയുടെ അളവ് കുറയും. ഓക്കെ, ഇനി അടുത്ത നോക്കാം. 6ാമത്തത് പൊളിറ്റിക്കൽ സ്കാൻഡൽസ് ആൻഡ് ഇൻസ്റ്റബിലിറ്റി. പൊളിറ്റിക്കൽ ക്രൈസിസ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പാനിക്. ഗൗതം അദാനിയുടെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് എന്താ പറയുക, നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലെങ്കിൽ BJP ഗവൺമെന്റും ഗൗതം അദാനിയും ടൈപ്പ് ആയിട്ടാണ് നീങ്ങുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സമയത്ത് മാർക്കറ്റ് വീഴുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. സ്കാംസ് ഉണ്ടാവും, പലതരത്തിലുള്ള സ്കാംസ്, ഇന്റേണൽ പാർട്ടി കോൺഫ്ലിക്ട്സ്, അതായത് ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ചിലപ്പോൾ അസ്ഥിരത വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ എന്ത് സംഭവിക്കും? മാർക്കറ്റിന് ഷോർട്ട് ടേം ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടാക്കും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സിനൊക്കെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർണാടക ഗവൺമെന്റ് ഫാൾ ചെയ്തു, ലോക്കൽ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഷെയ്ക്കൺ. അതായത് കർണാടകയിൽ ഇന്റേണൽ പാർട്ടി കോൺഫ്ലിക്ട്സ് വരുമ്പോൾ, കാരണം കർണാടക എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെയധികം GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കർണാടക. സോ അവിടെയുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് രാജ്യത്തിന് മൊത്തത്തിൽ ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കർണാടക അല്ലെങ്കിൽ മുംബൈ പോലെയുള്ള സ്റ്റേറ്റിലെ കാര്യങ്ങൾ. മാർക്കറ്റ്സ് ഹേറ്റ് അൺസർട്ടനിറ്റി ഈവൺ ഇഫ് ഫണ്ടമെന്റൽസ് ആർ സ്ട്രോങ്.
ഇനി ഏഴാമത്തത് പബ്ലിക് സെൻറ്റിമെൻറ്റ് ആൻഡ് മീഡിയ ഇൻഫ്ലുവൻസ്. മീഡിയ ഹെഡ്ലൈൻസ് ഇൻഫ്ലുവൻസ് ദ ക്രൗഡ്. തീർച്ചയായിട്ടും അതായത് ഒരു മാസ് മീഡിയ എന്ന് പറയുന്നത് ഇപ്പം റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയ ആണെങ്കിൽ കൂടി ഇപ്പോൾ ടി വിയിൽ എന്തെങ്കിലും വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ചാനൽ ഏതെങ്കിലും ഒരു കാര്യം എക്സാജറേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റോറി ആയിട്ട് വളരെയധികം വർണ്ണിച്ച് പറയുകയാണെങ്കിൽ ഓവർ റിയാക്ഷൻ ഉണ്ടാവും. അതായത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഓവർ റിയാക്ഷൻ ഉണ്ടാവും. പബ്ലിക്കിൻ്റെ ഇടയിൽ ഓവർ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കൂട്ടത്തോടെ പൈസ വലിക്കും. അവരെക്കാളും മുമ്പിൽ ഈ ഇൻഫർമേഷൻ അവർക്ക് FIIസിനും DIIസിനും ഒക്കെ കിട്ടിയിട്ട് അവർ നേരത്തെ മുന്നേ തന്നെ ആ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് മാർക്കറ്റ് ശക്തമായിട്ട് വീഴുകയും ശക്തമായിട്ട് ഉയരുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തത് ഫോറിൻ ഇൻവെസ്റ്റർ റിയാക്ഷൻസ്. FIIs ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഈസ് ഹെവിലി സെൻറ്റിമെൻറ്റ് ഡ്രിവൻ. ഹ്യൂമൻ സെൻറ്റിമെൻറ്റ് ഡ്രിവൻ ആണ് എന്ന് പറയാം. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ബിഹേവിയർ ആണ് മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത്. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടെങ്കിൽ ആളുകളൊക്കെ പൈസ വലിക്കും. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള കൺട്രിയിൽ നിന്ന് പൈസ വലിച്ചിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമിയിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവിടെ മാർക്കറ്റ് ഡ്രോപ്പ് ആവും. സ്റ്റേബിൾ ലീഡർഷിപ്പ് ഈസ് ഈക്വൽ ടു ഇൻഫ്ലോ പ്രൈസ്. നമ്മുടെ ഇന്ത്യയുടെ കേസിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ ഇപ്പം പൈസ നിക്ഷേപിക്കുന്നുണ്ട് അല്ലേ. ഇനി അടുത്ത എക്സാമ്പിൾ, പൊളിറ്റിക്കൽ പാരാലിസിസ് ഇൻ UPA ഇറ ഈക്വൽ ടു ഫ്ലാറ്റ് മാർക്കറ്റ്, മോദി ഗവൺമെൻറ് ഈക്വൽ ടു സ്ട്രോങ് ഇൻഫ്ലോസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഒരു ആക്ഷൻ ടിപ്സ് പറയുകയാണെങ്കിൽ ട്രാക്ക് FIIs ഡാറ്റ അറൌണ്ട് മേജർ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്. അതായത് ഒരു മേജർ ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇവൻ്റ് ഒക്കെ നടക്കുന്ന ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ FIIസിൻ്റെ ഡാറ്റ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ നടക്കാനുള്ള ഒരു ടൈം പീരീഡിൻ്റെ സമയത്ത് FIIs എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. അത് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് വീക്ക്ലി ബേസിസിൽ നോക്കാം, അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ നോക്കാം. മണി കൺട്രോളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റ കിട്ടും അല്ലെ. അത് രാത്രി ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ പബ്ലിഷ് ചെയ്യും. FIIs 10,000 കോടിക്ക് രൂപ പിൻവലിച്ചു, അല്ലെങ്കിൽ 2,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പോസ് ചെയ്യണോ, അല്ലെങ്കിൽ SIP കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഹൗ ടു പ്രിപ്പയർ യുവർ പോർട്ട്ഫോളിയോ ഡ്യൂറിങ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്. പൊളിറ്റിക്കൽ ഇവൻറ്റ് നടക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റേ ഡൈവേഴ്സിഫൈഡ് അക്രോസ് സെക്ടേഴ്സ്, അവോയ്ഡ് ഓവർ എക്സ്പോഷർ ടു വൺ തീം. ഓക്കെ, പരമാവധി പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിപുലീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല സെക്ടറുകളിലായിട്ട് പൈസ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പല കമ്പനീസിൽ പൈസ ഇടുക. അല്ലാണ്ട് ഒരു കമ്പനീസിൽ മാത്രം കൊണ്ടുപോയിട്ട് നിങ്ങൾ എല്ലാ പൈസ ഇടുകയാണെങ്കിൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അവോയ്ഡ് പാനിക് സെല്ലിംഗ് ഓൺ ഹെഡ്ലൈൻസ്. അതായത് ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ പത്രക്കുറിപ്പുകളിൽ വരുന്ന ഹെഡ്ലൈനുകൾ കണ്ടിട്ട് നിങ്ങൾ പാനിക് ആവരുത്. പാനിക്കായിട്ട് നിങ്ങൾ നിക്ഷേപിച്ച ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്ത് മാറാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു 5 ഇയർ അല്ലെങ്കിൽ 6 ഇയർ ടൈം പീരീഡിലാണെങ്കിൽ ഈ ഇടയ്ക്കുള്ള ഈ ചെറിയ അസ്ഥിരതകളൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയൊക്കെ വളരെ ശക്തമായിട്ട് ഈ ഒരു ചുരുങ്ങിയ അളവിലുള്ള ഒരു പ്രോബ്ലം ഒക്കെ തരണം ചെയ്ത് ഭാവിയിൽ വളരെ ശക്തമായിട്ട് ഉയർന്നു പോയത് നിങ്ങൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനീസിനെ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ കാണാൻ പറ്റും അല്ലേ. അതായത് മാർക്കറ്റ് ഇപ്പോൾ കൊറോണയുടെ സമയത്തൊക്കെ എല്ലാ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയും നന്നായിട്ട് ശക്തമായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓൾമോസ്റ്റ് നല്ല കമ്പനിയിൽ കൊണ്ടുപോയി പൈസ ഒരുപാട് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വളരെ വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ 100x വരെ ആയ പല സ്റ്റോക്കുകളും ഉണ്ട് അല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ-ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. ഇനി എന്താ, ഫോക്കസ് ഓൺ ലോങ് ടേം റിഫോംസ്, നോട്ട് ഷോർട്ട് ടേം നോയ്സ്. ഓക്കെ, SIP ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. Politics and profits go hand in hand. Political decisions create real economic impact. As an investor, your job is to read both the balance sheet and the news. അതായത് നിങ്ങളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിയുടെ ഇപ്പോഴത്തെയുള്ള നിലവിലത്തെ അവസ്ഥ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു സംഭവം നോക്കുക, ന്യൂസും നോക്കുക. ബാലൻസ് ഷീറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന കമ്പനി വളരെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിക്ഷേപിച്ച കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഇപ്പം പൈസ പിൻവലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ന്യൂസിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണോ ആ ന്യൂസ് വന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. കമ്പൈൻ പൊളിറ്റിക്കൽ അനാലിസിസ് വിത്ത് ഫൈനാൻഷ്യൽ റിസർച്ച്. ഓക്കെ, സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ റാഷണൽ, സ്റ്റേ ഇൻവെസ്റ്റഡ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. ഓക്കെ, മാർക്കറ്റ്സ് ആർ മൂവ്ഡ് മോർ ബൈ പൊളിറ്റിക്സ് ദാൻ മോസ്റ്റ് പീപ്പിൾ കെയർ ടു അഡ്മിറ്റ്. അതായത് പൊളിറ്റിക്സ് തന്നെയാണ് ഏകദേശം മാർക്കറ്റ്സിനെ ശക്തമായിട്ട് ഉയർത്താനും അല്ലെങ്കിൽ താഴ്ത്താനുമുള്ള ശക്തിയിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് ഇന്നും പൊളിറ്റിക്സ് തന്നെയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു രാജ്യത്തുള്ള ഗവൺമെൻറ് എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ആ രാജ്യത്ത് ആ ഗവൺമെൻറ്റിൻ്റെ പോളിസി മറ്റ് രാജ്യങ്ങളിലേക്ക് യുദ്ധമായിട്ട് കലാശിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊന്നും ആളുകൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ശ്രമിക്കില്ല. അപ്പോൾ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ട് ആ രാജ്യം എങ്ങനെ ഇടപെടുന്നതൊക്കെ വളരെ ശക്തമായിട്ട് പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല രാജ്യത്തെ ഇൻവെസ്റ്റേഴ്സും തീർച്ചയായിട്ടും വളരെ കീനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കലി ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഡിപ്ലോമസിയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ടാണ് ഒരുപാട് ആളുകളും ഇന്ത്യയിൽ പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും ഈ ഉക്രൈൻ അല്ലെങ്കിൽ റഷ്യയിലൊക്കെ ഒരുപാട് ആളുകൾ പൈസ നിക്ഷേപിക്കുന്നില്ല. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അടിക്കടിയുള്ള യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതേ നന്ദി, നമസ്കാരം.